ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ 12th ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് സോളാർ എനർജി. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റ് എന്താണ്, സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ടൈപ്പ് ഓഫ് ഹീറ്റ്, അതിൻ്റെ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റിൻ്റെ ട്രാൻസ്ഫറിങ് നടക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ മെയിൻലി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 3 രീതിയിലാണ്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഈ 3 മോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മോഡ് ഈസ് ദ കണ്ടക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ കൺവെക്ഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ദ റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്ന ആ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മെയിൻലി നടക്കുന്നത് സോളിഡ്സിലാണ്. അതുപോലെ നമ്മുടെ ആറ്റം ടു ആറ്റം ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ എന്താണ്? കണ്ടക്ഷൻ ആണ്. എന്നാൽ ഒരു ഹോട്ടർ ബോഡിയിൽ നിന്ന് ഒരു കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? കൺവെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ മെയിൻലി നടക്കുന്നത് നമ്മുടെ സോളിഡ്സിലാണ്, കൺവെക്ഷൻ മെയിൻലി നടക്കുന്നത് നമ്മുടെ ഫ്ലൂയിഡ്സിലാണ്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിളാണ് നമ്മുടെ എന്താണ് ചൂടുള്ള വെള്ളം തണുത്ത വെള്ളത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേവ്സിൻ്റെ ഫോമിലായിരിക്കും. അങ്ങനെ വേവ്സിൻ്റെ ഫോമിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് transferred in 1 second across a piece of material having a area cross section 1 meter square and edges 1 meter when its opposite faces are maintained at a temperature difference 1 Kelvin. അതായത് 1 Kelvin ടെമ്പറേച്ചർ ഡിഫറൻസിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സർഫസുകളുള്ള ഒരു സർഫസ്, ഒരു മെറ്റീരിയൽ, അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ വരുന്നത് 1 മീറ്റർ സ്ക്വയറും അതിൻ്റെ എഡ്ജ് ലെങ്ത് വരുന്നത് 1 മീറ്ററും ആണെങ്കിൽ അതിൽ ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് വാട്ട് പെർ മീറ്റർ പെർ കെൽവിൻ ആണ്. വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മീറ്റർ സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനുള്ള 1 ടെമ്പറേച്ചർ കെൽവിൻ ടെമ്പറേച്ചർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മെറ്റീരിയലിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ബൈ കൺവെക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ട് അതിൻ്റെ സർഫസ്, എന്താണ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദർ ഏരിയ. സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബൈ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. ഒന്ന് അതിൻ്റെ സർഫസ് ഏരിയ, രണ്ട് സർഫസുകൾക്കിടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റേഡിയേഷൻ ലോസ് ആണ്. മെയിൻലി 2 ലോ ആണ് റേഡിയേഷൻ ലോയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ വെയിൻസ് ലോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. വെയിൻസ് ലോ പറയുന്നത് the spectrum of energy radiated by a body at a temperature T Kelvin has maximum wavelength lambda m such that lambda mt is a constant. അതായത് ഒരു സ്പെക്ട്രം എനർജി ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു T ടെമ്പറേച്ചറിലുള്ള ഒരു ബോഡി എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു സ്പെക്ട്രം എനർജി റേഡിയൻറ്റിൻ്റെ മാക്സിമം വേവ് ലെങ്ത് ലാംഡ എം ആയിരിക്കും. കൂടാതെ ലാംഡ എം ടി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ വെയിൻസ് ലോ പറയുന്നത്. ആൻഡ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറയുന്നത് ദ റേറ്റ് ഓഫ് എനർജി റേഡിയേറ്റഡ് ബൈ എ സോഴ്സ് T കെൽവിൻ ടെമ്പറേച്ചറുള്ള ഒരു സോഴ്സ് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി റേറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈസ് ഈക്വൽ ടു സ്മോൾ ഇ സിഗ്മ എ ടി റേസ് ടു 4 ആയിരിക്കും എന്നാണ് നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറയുന്നത്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയൻ്റ് എനർജീൻ്റെ വാല്യൂ എന്താണ്? സ്മോൾ ഇ സിഗ്മ എ ടി റേസ് ടു 4 ആയിരിക്കും. ഇനി സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ടേമുകൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ അബ്സോർപ്റ്റീവ് പവർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എമിസീവ് പവർ. അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബിറ്റ്വീൻ ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ to the total amount of incident energy between lambda and lambda plus d lambda. ഇതാണ് അതിൻ്റെ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. എന്നാൽ എമിസീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റേഡിയൻറ്റ് എനർജി എമിറ്റഡ് പെർ സ്ക്വയർ മീറ്റർ ഏരിയ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വേവ് ലെങ്ത് റേഞ്ച് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഗിവൺ ടെമ്പറേച്ചറിൽ
പെർ മീറ്റർ സ്ക്വയർ ഏരിയയിൽ പെർ യൂണിറ്റ് വേവ് ലെങ്ത്തിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ അതിൻ്റെ എമിസീവ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എമിസീവ് പവറും അബ്സോർപ്റ്റീവ് പവറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the rate of cooling of a hot body is directly proportional to the mean excess temperature of the hot body over that of its surrounding, provided the difference of temperature is small. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ട് ബോഡിയുടെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിൻ്റെ ആ ഹോട്ട് ബോഡിയുടെ മീൻ എക്സസ് ടെമ്പറേച്ചറിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്. അതിന് കൂടെ അത് സറൗണ്ടിങ്ങുമായിട്ട് മേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ സ്മോൾ ആയിരിക്കണം. ആ ഒരു സമയത്ത് അതിൻ്റെ ഹോട്ട് ബോഡിയിലുള്ള ആ ഒരു എക്സസ് ടെമ്പറേച്ചർ അതിനകത്തുള്ള ആ ഹോട്ട് ബോഡിയുടെ റേറ്റ് ഓഫ് കൂളിങ്ങിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്. ഈ ലോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് വന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മോഡിഫൈ ചെയ്ത് വന്നൊരു ലോ ആണ് ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് സോളാർ എനർജിയിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂമറിക്കൽസ് ചോദിക്കാം. കാരണം നമുക്ക് റേഡിയൻ്റ് എനർജിയുടെ ഇക്വേഷൻ അറിയാം. അപ്പോൾ ആ ഇക്വേഷനെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ന്യൂമറിക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Distinguish, അതിൻ്റെ ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിൻ ദ സർഫസ് ഏരിയ ഓഫ് എ ഫിലമെൻറ്റ് ഓഫ് 100 watt incandescent lamp at 3000 Kelvin given sigma is equal to 5.7 into 10 raised to minus 8 watt per meter square per Kelvin raised to 4 and emissivity of E of the filament 0.3. അതായത് നമുക്ക് സ്മോൾ ഇ എമിസിവിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ന്യൂമറിക്കൽസ് ചോദിക്കാൻ ചാൻസ് കുറച്ച് കൂടുതലാണ് അല്ലേ? ന്യൂമറിക്കൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലുള്ളൊരു ന്യൂമറിക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Determine the surface area of the filament of 100 watt incandescent lamp at 3000 Kelvin given sigma is equal to 5.7 into 10 raised to minus 8 W meter raised to minus 1 Kelvin raised to minus 4 and emissivity E of the filament is 0.3. എമിസിവിറ്റി തന്നിട്ടുണ്ട്, സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? നമ്മുടെ ഈ ലോയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റീഫൻ ബോൾട്സ്മാൻ്റെ ലോയിൽ നിന്ന് ഈയുടെ വാല്യൂ നമുക്കറിയാം. A ഇൻറ്റു E ഇൻറ്റു സിഗ്മ ടി റേസ് ടു 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നിന്ന് എയുടെ വാല്യൂ എങ്ങനെ കിട്ടും? E ഡിവൈഡഡ് ബൈ സിഗ്മ ഇ ഇൻറ്റു സിഗ്മ ടി റേസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഇതും തന്നിട്ടുണ്ട് അല്ലേ? E എന്ന് പറയുന്നത് എനർജി എത്രയാണ്, അതിൻ്റെ എനർജി എത്രയാണ്. A എന്ന് പറയുന്നത് സർഫസ് ഏരിയയാണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്കതിന് എയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാ വാല്യൂസും ഡയറക്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതിൻ്റെ സർഫസ് ഏരിയ എത്രയാണെന്നുള്ളത് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് എടുത്ത് എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റുകളും SI യൂണിറ്റിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പാരിസൺ ചോദിക്കാം അല്ലേ? കമ്പാരിസൺ, അതായത് നമ്മുടെ കണ്ടക്ഷന് റേഡിയേഷൻ തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് ചോദിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അത് ചോദിക്കാം. ഇങ്ങനെ ലോസ് ചോദിക്കാം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ 2 or 3 മാർക്കിന് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നാഷണൽ അക്കാഡമിയിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.